ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മാപ്പിളപ്പാട്ടിന്റെ ചരിത്രത്തിൽ നിർണായകമായ ഒട്ടനവധി ഏടുകൾ എഴുതി ചേർത്ത നമ്മളെപ്പോലെയുള്ള അനേകം മാപ്പിളപ്പാട്ട് കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനം നമ്മൾ കൊടുത്തിട്ടുള്ള പ്രിയപ്പെട്ട താജുദ്ദീൻ വടകരയാണ്. അപ്പോൾ താജുക്ക, സ്വാഗതം. എന്തായാലും സന്തോഷം. അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ താജുക്കാൻ്റെ കലാപരമായിട്ടുള്ള മറ്റു ജീവിതാനുഭവങ്ങൾ, വിശേഷങ്ങൾ ഒക്കെ ഇങ്ങനെ ഓടിച്ചു പോവുക എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് തുടക്കം കുട്ടിക്കാലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു മധുരമുള്ള ഓർമ്മയാണ് കുട്ടിക്കാലം. നമ്മളൊക്കെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ് തീർച്ചയായിട്ടും കുട്ടിക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ താജുഖാൻ്റെ കുട്ടിക്കാലത്ത് സ്വാഭാവികമായിട്ട് ഈ കലാകാരന്മാരോടൊക്കെ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ഈ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കലാപരമായ വാസനകൾ കുട്ടിക്കാലത്തെ ഉണ്ടായിരുന്നു? അന്നേരത്തെ എനിക്ക് ഇങ്ങനെ ഒരു ഫെയിമിലേക്ക് എത്തിപ്പെടണം എന്നൊരു ആഗ്രഹം, ഒരു എയിം വെച്ചിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു? അല്ല, ഞാൻ ജനിച്ചത് വടകര താഴങ്ങാടി മുഖച്ചേരി ഭാഗം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഒരു തീരപ്രദേശത്തോടെ അടുത്ത തീരപ്രദേശം തന്നെയാണ്. പിന്നെ എൻ്റെ ആ ഒരു നാടിൻ്റെ പ്രത്യേകത, നമ്മൾ കുട്ടിക്കാലത്തെ കേൾക്കുന്നത് എൻ്റെ വലിയ കാരണവർ ഉമ്മർ കുട്ടിക്കാട് കോൽക്കളി ഗാനങ്ങൾ, അതുപോലെ തന്നെ ഈ നല്ല നല്ല കോൽക്കളിക്കാരെ പാട്ടുകൾ, പിന്നെ അതിനേക്കാളുപരി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നന്നായിട്ട് പാട്ട് പാടിത്തരും. പിന്നെ എൻ്റെ ജ്യേഷ്ഠന്മാർ, എൻ്റെ ആ പരിസരത്തുള്ള നാട്ടിലുള്ള എല്ലാ കൂട്ടുകാരും, ചെറിയ കുട്ടികളായിക്കോട്ടെ വലിയ ആൾക്കാരായിക്കോട്ടെ, പാട്ടുകളിങ്ങനെ പാടും. അപ്പോൾ പിന്നെ മദ്രസ, അവിടെ പഠിച്ച മദ്രസ അധ്യാപകരിൽ നിന്ന് കിട്ടിയ ഈ നബിദിനത്തിനൊക്കെ പാടിപ്പിക്കുന്ന പാട്ടുകൾ, പിന്നെ മറ്റെന്തിനേക്കാളുപരി എരിഞ്ഞോളി മൂസക്ക, ലിയാക്കത്തുക, പിയർക്ക, ആ സമയത്തുള്ള ഒരുപാട് പാട്ടുകാർ, പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് ഗായകരും ഗായികമാരൊക്കെ എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ വന്നു പോകുന്നത് ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ കാണാറുണ്ട്. പിന്നെ അന്നൊക്കെ അന്നത്തെ കല്യാണ വീടുകളിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ നമ്മുടെ ടീ പാർട്ടി എന്നൊക്കെ പറയുന്ന ആ സമയത്തൊക്കെ വലിയ തെങ്ങിൻ്റെ മുകളിലൊക്കെ വലിയ മൈക്ക് കെട്ടി കോളാമ്പി ആ പാട്ടുകളൊക്കെ ഉണ്ടാവും. ചെറിയ സമയത്തെ അന്ന് എൻ്റെ ഓർമ്മയിൽ മൈക്കിൽ ആദ്യമായിട്ട് കേട്ടിട്ട് മനസ്സിൽ ഒരു ഫീഡ് ചെയ്ത് കുറേ പാട്ടുകൾ കേട്ട ഓർമ്മയുണ്ട്. പക്ഷെ മാപ്പിളപ്പാട്ടിൽ അഴകീറുന്നോളേവ ഇതൊക്കെ നമുക്കൊരു ആവശ്യമായിരിക്കും. കല്യാണ വീട്ടിൽ ഈ മൈക്ക് കെട്ടുന്ന അവരുടെ അടുത്ത് തന്നെ പോയി നിൽക്കും, അവർ സെറ്റ് ഓൺ ചെയ്ത് പാട്ട്. അപ്പോൾ എന്തോ അടിമുതൽ നമ്മുടെ മേലെ വരെ തലവരെ എന്തോ ഒരു വല്ലാത്തൊരു രോമാഞ്ചായിരിക്കും. അപ്പോൾ ചെറിയ വയസ്സിൽ എൻ്റെ നാട്ടിൻ്റെ സപ്പോർട്ട് കൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലുള്ള എന്തോ, ഞാൻ വലിയ പാട്ടുകാരനൊന്നല്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പോൾ ചെറിയൊരു പാട്ടുകാരൻ ഉള്ളിലുള്ള ഉണ്ട്. അതുപോലെ തന്നെ കലാകാരൻ വരക്കും, ഇങ്ങനെയുള്ളതൊക്കെ അത് ചെറിയ സമയത്ത് എൻ്റെ നാടിൻ്റെ സ്വാധീനമാണ്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്, തായങ്ങാടി എന്ന് പറയുന്ന ആ ഒരു മണ്ണിൻ്റെ ഒരു പ്രത്യേകത നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടല്ലേ? സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നന്നായിട്ടുണ്ട് എന്നല്ല പറയണ്ടത്. ഞാൻ എന്തെങ്കിലും തരത്തിലൊരു കലാകാരനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ അവകാശവും എൻ്റെ പ്രിയപ്പെട്ട താഴങ്ങാടിക്കാണ്. അത് ഒരുപാട് കലയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു നാടാണ് തായങ്ങാടി. പലപ്പോഴും കലയെ സ്നേഹിക്കുന്നതെന്ന് മാത്രമല്ല, ഓരോരുത്തരും കലാകാരന്മാരാണ്. പിന്നെ ഓരോരുത്തരും പ്രൊഫഷണലായിട്ട് രംഗത്തില്ല എന്നല്ലാതെ അവരുടേതായിട്ടുള്ളൊരു ഇൻഫ്രെയിമിൽ ക്ലബ്ബുകൾ, രാത്രി ഈ മെഹഫിൽ നടക്കുന്ന ക്ലബ്ബുകളായിക്കോട്ടെ, പിന്നെ അതിനേക്കാളുപരി ശരിക്കും വലിയ വലിയ മ്യൂസിഷ്യനൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് രാത്രി കാലങ്ങളിലൊക്കെ ഓരോ കൂട്ടുകാരുണ്ടാവും, കമ്പനിക്കാർ, ഒരു ഗ്യാങ്, അവരൊക്കെ മുട്ടിപ്പാടുന്ന പാട്ടുകൾ, ഈ ബെഞ്ചിനൊക്കെ മുട്ടുന്ന താളം, അതിൻ്റെ ശരിക്കും അവർ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന ആൾക്കാർ എന്തൊക്കെ അതിൻ്റെ വശങ്ങൾ ഉപയോഗിക്കും, നല്ല നല്ല മർമ്മങ്ങൾ, അതൊക്കെ ഈ ബെഞ്ചിന് മുട്ടി വായിക്കുന്ന സമയത്ത് അതൊക്കെ വരും. താളത്തിലായിക്കോട്ടെ, സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ. ഞങ്ങൾക്ക് തായങ്ങാടിക്കാർക്ക് അതൊരു പുതുമയല്ല. പക്ഷെ പുറമേ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഇരുന്ന് കുറേ കമ്പനിയായിട്ട് ഇരുന്ന് മുട്ടിപ്പാടുന്ന കേൾക്കുമ്പോൾ അവിടെ നിന്ന് പോകാൻ അവർക്ക് മനസ്സുണ്ടാവില്ല.
അപ്പോൾ അത് നാടിന് നമ്മളിങ്ങനെ പറഞ്ഞു വന്നു. പിന്നെ രാജു ഖാൻ്റെ അധിക ഇൻ്റർവ്യൂകളിലും എല്ലാ സംസാരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തെ പറ്റി എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഉപ്പാൻ്റെ കാര്യം അറിയാം, ഞാൻ അതിലേക്ക് വരാം. പക്ഷേ സഹോദരന്മാർ, സഹോദരിമാർ, ഏതൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗൾഫിലൊക്കെ പോയിട്ട് ഹോം സിക്നെസ് കൊണ്ടിട്ട് തിരിച്ച് പെട്ടെന്ന് വന്ന ആളാണ്. അപ്പോൾ കുടുംബമായിട്ടുള്ളൊരു ആരൊക്കെയാണ്? ജ്യേഷ്ഠാനുജന്മാർ, പെങ്ങന്മാർ, അങ്ങനെ വരുമ്പോൾ? ഇല്ല, എൻ്റെ ശരിക്കും എൻ്റെ 15 വയസ്സിന് ശേഷമാണ് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ എനിക്ക് കൂടുതൽ കാണുവാനും അടുക്കുവാനും ഒക്കെ ഒരു ഭാഗ്യം ലഭിച്ചു. അതുവരെ ഉപ്പ എൻ്റെ ഒരു 15 വയസ്സ് വരെയുള്ള സമയത്ത് ഉപ്പ പ്രവാസ ലോകത്തായിരുന്നു. പിന്നെ എൻ്റെ 2 ജ്യേഷ്ഠന്മാർ, അവർ രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് പാടും, നല്ല കലാകാരന്മാരാണ്. ഞാനെന്ന ഒരു അനുജനോട് അവർ കാണിച്ച ഏറ്റവും വലിയൊരു കമ്മിറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ജീവിത പ്രയാസങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസം വലിയൊരളവിൽ ഉയർന്ന തലത്തിൽ കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയിട്ടില്ല. രണ്ടുപേരും നല്ലോണം അധ്വാനിക്കുന്നവരാണ്. അധ്വാനിക്കുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ വടകര ഭാഷയിൽ പറഞ്ഞാൽ ചോര നീരാക്കുക എന്നൊക്കെ പറയും. അതുപോലെ അപ്പോൾ അവരെ പോലെ ഞാനും പഠിക്കാതെ എവിടെയെങ്കിലും ആയിപ്പോകണ്ട, പഠിച്ചിട്ട് എവിടെയെങ്കിലും എത്തിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ട് എന്നെ നന്നായിട്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. SSLC വരെ ഞാൻ നന്നായിട്ട് പഠിക്കാറുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഞാൻ പറയാം, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എന്നെ ഇന്നവരെ അടിച്ചിട്ടില്ല. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയും അടിച്ചിട്ടില്ല. ഇവരെ രണ്ടുപേരും അടിക്കാൻ ബാക്കി വെച്ച് പോയ എല്ലാ അടിയും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. വലുതായ സമയത്താണ് അതൊക്കെ ഓർക്കുന്നത്. എന്തിനായിരുന്നു എന്നെ അന്ന് എൻ്റെ നേരെ ജ്യേഷ്ഠൻ ഫസലും ഒരുപാട് പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. സ്നേഹമുള്ള ഫർഹാൻ അടക്കം, ഷെരീഫൊക്കെ പാടിയിട്ടുണ്ട്, മറ്റുള്ള ഗായകരൊക്കെ പാടിയിട്ടുണ്ട്. എന്നാൽ സത്യം പറഞ്ഞാൽ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് എന്താ തോന്നുക എന്ന് വെച്ചാൽ കണ്ണിച്ചോരയില്ലാതെ അടിക്കാന്നൊക്കെ പറയും. രക്ഷിതാക്കൾക്ക് പൊതുവെ അടിക്കാൻ ഭയങ്കര പക്ഷേ അതെന്തിനാ അടിച്ചതെന്ന് ഞാൻ ഇപ്പോൾ വലുതായപ്പോൾ ഓർക്കുമ്പോൾ അവരെ പോലെ ആയിപ്പോകരുത് എന്നുള്ള അവരെ മാനസിക തലത്തിൽ നിന്നുകൊണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ ജ്യേഷ്ഠൻ ഇപ്പം ബഹ്റൈനിലുള്ള പോലീസിലാണ്. ഇപ്പോഴും എൻ്റെ ജ്യേഷ്ഠൻ എന്നെ ഫോണ് വിളിക്കുമ്പോൾ, വേറെ കുടുംബത്തിൽ ആര് വിളിക്കുമ്പോഴും, എൻ്റെ പ്രിയപ്പെട്ട ബാപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത്, ബാപ്പ വിളിക്കുന്ന സമയത്ത് പോലും എനിക്ക് മറുഭാഗത്ത് അവരായിരിക്കും എൻ്റെ ഫോണിലേക്ക് കോൾ വരുമ്പോൾ എനിക്ക് വലിയൊരു പേടിയുണ്ടാവില്ല. പക്ഷെ എൻ്റെ നേരെ ജ്യേഷ്ഠൻ ഫസലും ഇപ്പോഴും വിളിക്കുമ്പോൾ ആ ചെറിയ നാളുള്ള പേടി, ഇപ്പം ഞാൻ ഒരാളെ പേടിക്കാത്തോളം ഇപ്പോഴും ആ ജ്യേഷ്ഠനോടുള്ള പേടി. പിന്നെ അവരൊക്കെ ഭയങ്കര പോസിറ്റീവ് എനർജി തരും. പ്രത്യേകിച്ച് എൻ്റെ നേരെ ജ്യേഷ്ഠൻ, ഞാൻ ഇപ്പോൾ അറിഞ്ഞ ജ്യേഷ്ഠൻ. ഞാനിപ്പോൾ ഒരു പ്രോഗ്രാമിന് പോകുന്നതെന്ന് അറിഞ്ഞാൽ തന്നെ ഇപ്പോൾ തലേന്ന് തന്നെ വിളിക്കും, എന്തൊക്കെയാണ് വിശേഷം. ഗൾഫിൽ നിന്ന് വിളിച്ചാൽ ഞാൻ കാര്യങ്ങൾ പറയും, നാളെ ഇന്നടുത്താണ് പ്രോഗ്രാം. ഞാൻ പ്രോഗ്രാം സ്ഥലത്ത് എത്തുന്നത് വരെ ചിലപ്പോൾ പാവം രാത്രി, അവിടെ പോലീസിലായിട്ട് രാത്രിയായിട്ടും ഡ്യൂട്ടി, പകൽ കിടന്നുറങ്ങേണ്ട സമയത്തായാൽ പോലും ഞാൻ പ്രോഗ്രാം സ്ഥലത്ത് എത്തുന്നത് വരെ എന്നെ വിളിക്കും. നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോകണം, പിന്നെ നന്നായിട്ട് പോകുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നന്നായിട്ട് പെരുമാറണം. പരിപാടി തുടങ്ങുന്നത് വരെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ കരുതും, പ്രത്യേകിച്ച് ഈ സമയത്ത് ഇപ്പോൾ ഉപ്പയില്ല ഉമ്മയില്ല എനിക്ക്. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താനും ഇതൊക്കെ ഞാൻ പ്രാപ്തനാണെങ്കിലും ഒരു ചെറിയ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്ന പോലെ എൻ്റെ ജ്യേഷ്ഠൻ. അത് മനസ്സിലിട്ട് താലോലിക്കാറുണ്ടായ ഒരിഷ്ടം. പക്ഷെ ചില സമയത്ത് എനിക്ക് തോന്നും, ഇങ്ങനെയുള്ള ഒരു ജ്യേഷ്ഠൻ ഉള്ളത് കൊണ്ടായിരിക്കുമോ ഞാൻ എൻ്റെ കൂടുതലും. കാരണം ഒരു പരിപാടി സ്ഥലത്ത് എത്തുന്ന സമയത്ത് 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് അവിടെ എത്തണമെന്ന് എനിക്ക് നിർബന്ധമായിട്ട് ഓർഡർ ആയിരിക്കും ഏട്ടൻ്റെ. നിന്നെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അവിടെ കുറച്ച് നേരം പോയി നിന്നാലും സാരമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാന്നിധ്യമാണ് ജ്യേഷ്ഠൻ. പിന്നെ പെങ്ങന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു ഫംഗ്ഷനും കാര്യമായിട്ടുള്ള കുടുംബത്തിലെ ആണെങ്കിൽ ഞാൻ ഓക്കെ, വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഫംഗ്ഷനോ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ എൻ്റെ പെങ്ങന്മാരടുത്ത് ഞാൻ നിൽക്കില്ല. കാരണം എന്താ, അവരെ മനസ്സിലൊന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് ആരെന്തെങ്കിലും കണ്ടാൽ അത് ചിരിക്കും. ചിരി ഒരിക്കലും ആ സദസ്സേ അലങ്കോലപ്പെടും. എൻ്റെ ഉപ്പയുടെ മക്കളെ ഏറ്റവും വലിയ പ്രത്യേകത, എന്തെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഒരു ചിരി പൊട്ടിയാൽ പിന്നെ നിർത്താനും പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പെങ്ങന്മാർ, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഇവരായിട്ട് എപ്പോഴും ഭയങ്കര ചേർച്ചയാണ്. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും കുടുംബ വീട്ടിൽ കല്യാണം അല്ലെങ്കിൽ സൽക്കാരത്തിനാകുമ്പോൾ മഹസൂം എന്നാണ് മൂത്ത ജ്യേഷ്ഠൻ്റെ പേര്. മൂപ്പരെ ആദ്യം വിളിക്കുക, കാരണം ഇവർക്ക് ചിരിക്കണം, ഇവർക്ക് തമാശ. അതുപോലെ തന്നെ
പെട്ടെന്ന് കരയുന്ന കൂട്ടക്കാരാണ്. എന്തെങ്കിലും സങ്കടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും വേഗത്തിൽ മനസ്സലിവുള്ള നമ്മളെ വടകര ഭാഷ പറഞ്ഞ ഖേദം ഖേദപ്പാടുള്ള ആൾക്കാരാണ്. എല്ലാവരും നന്നായിട്ട് പാടുകയും ചെയ്യും. പിന്നെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലൊന്നും ഇവരാരും ഇടപെടാറില്ല. ചില സമയത്ത് എനിക്ക് സങ്കടം തോന്നാറുണ്ട്. എൻ്റെ പ്രോഗ്രാമിന് പോകുന്ന യാത്രകളിലൊക്കെ മറ്റുള്ള ആർട്ടിസ്റ്റുകളെ അവരെ വീട്ടിൽ നിന്ന് ഭാര്യമാർ അല്ലെ മക്കൾ അല്ലെ ഉമ്മ ഉപ്പ എവിടെ എത്തി, ഭക്ഷണം കഴിച്ചോ, പ്രോഗ്രാം സ്ഥലത്ത് എത്താറായോ, ഞാൻ ഇറങ്ങിയാൽ ഞാൻ തിരിച്ചു വരുന്നവരെ എനിക്ക് കോളോ കാര്യങ്ങളോ അങ്ങനെ ഞാൻ ചിലപ്പോൾ സങ്കടപ്പെടാറുണ്ട്. പിന്നെ അവർക്ക് എൻ്റെ സ്വഭാവം അറിയുന്നതുകൊണ്ട് അവന് ദേഷ്യക്കാരനാണ്, അവനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് വിളിച്ചത്, ഞാൻ അങ്ങോട്ട് വിളിക്കൂല, ഇങ്ങനെയുള്ള പേടി തന്നെ. പേടി എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത പെങ്ങൾ മുതൽ എല്ലാവർക്കും എന്നെ പേടി എന്ന് പറയുന്നത് അത് വേറൊരു തലത്തിലുള്ള പേടിയാണ്. കാരണം അവനെ ഡിസ്റ്റർബ് ആക്കണ്ടെന്നുള്ള. അതുപോലെ തന്നെ എനിക്കും ഞാൻ ഒരു ഗൗരവക്കാരനാണെങ്കിൽ അവരൊക്കെ മുമ്പിൽ മാക്സിമം അവരായിട്ട് എല്ലാവിധ തമാശക്കും ജോളിക്കും അത് വീട്ടിൽ നിന്നായാലും പുറത്തുനിന്നായാലൊക്കെ ഞങ്ങൾ ഭയങ്കര അത് ഉപ്പയും എൻ്റെ ഉപ്പയുടെ പല കൂട്ടുകാരും എൻ്റെ കൂട്ടുകാരും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ ഈ ഒരു സൗഹൃദം അല്ലെങ്കിൽ നിങ്ങളെ ഒരു കൂട്ടുചേരുന്ന സമയങ്ങളിൽ സത്യത്തിൽ ഞങ്ങളെ വീട്ടിൽ നിന്നും അത് ഇല്ലല്ലോ, ഞങ്ങളൊക്കെ ഉപ്പ ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ വേറെ തന്നെ ഇത്ര അടുത്ത് എല്ലാ തമാശയും പറയും. അപ്പോൾ അതാണ് എൻ്റെ സഹോദരങ്ങളോട് ഫ്രെയിം. ഇതിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു രസകരമായ ഒരു അനുഭവം പങ്കുവെക്കോ? ഈ നിങ്ങളെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സഹോദരന്മാരൊക്കെ ചേർന്നിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം കേൾക്കുന്ന നമുക്കൊരു ഒരുപാട് ചിരിക്ക് വക ഉണ്ടാവും എന്നുള്ളത് ആ വർത്താനം തന്നെ മനസ്സിലാവും. ഇപ്പോഴത്തെ കാര്യമല്ല. കാരണം എൻ്റെ മൂത്തമ്മയുടെ ഒരു മോനുണ്ടായിരുന്നു, എൻ്റെ ജ്യേഷ്ഠൻ തന്നെ, എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ അബ്ദുള്ളക്ക എന്ന് പറയും, മരിച്ചു ഈ പാവം. അപ്പോൾ ഈ നാടകത്തിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ഡാൻസ് ഇതെല്ലാം പിന്നെ ഭയങ്കര കുറ്റം കിട്ടുന്ന കാര്യം, നമ്മുടെ സമുദായത്തിൽ പാടില്ലാത്ത എന്നുള്ളൊരു ആ ഒരു വിശ്വാസക്കോണിൽ ആരൊക്കെയോ ധരിപ്പിച്ച പാവം മനുഷ്യനാണ്. കടൽ തൊഴിലാളിയായിരുന്നു, അവർ നല്ല ആരോഗ്യവാനാണ്, അധികം സംസാരിക്കുന്നില്ല. എന്നെയൊക്കെ എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലും ചില സമയത്ത് തിയേറ്ററിലൊക്കെ പോയി, ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രെയിം വരെ, ചില സമയത്ത് ഞാൻ തിയേറ്ററിൽ സിനിമയൊക്കെ കാണാൻ കഴിഞ്ഞ് കയറിയാൽ നമ്മുടെ തൊട്ട് മുമ്പിലുള്ള സീറ്റിൽ ചില ആൾക്കാരുണ്ട് തല ഉയർത്തി, നമ്മൾ പറയും ഹലോ ഒന്ന് താഴ്ന്നിരിക്കുക, കാണാൻ സ്ക്രീന് കാണുന്നില്ല. അപ്പോൾ ചിലപ്പോൾ വേറെ ആരോ എന്ന് കരുതിയിട്ടായിരിക്കും നമ്മളിത് പറയുന്നുണ്ടാവുക, ഈ ഏട്ടനായിരിക്കും. ഏത് സിനിമക്കൊക്കെ പോകാം, മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ പരിപാടി നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും കൂട്ടുകാരോടാ നിൻ്റെ അനിയനുണ്ടല്ലോ അവിടെ നാടകത്തിൽ അഭിനയിക്കുന്നു, ഇതാ സംഭവം. അപ്പോൾ ഒരു ദിവസം രൂപ് എന്ന് പറയുന്നൊരു നാടകമായിരുന്നു, സതി, പഴയ ഒരു സതി സമ്പ്രദായം, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ളൊരു നാടകം എം ഹൈസ്കൂളിൽ വെച്ച് എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയിരുന്നു. ഇതിൽ ഞാൻ അഭിനയിച്ച് തകർക്കുക, നമ്മുടെ കുട്ടിപ്രായമല്ല, ഒരു 15-14 വയസ്സുള്ള സമയം. അപ്പോൾ ഈ ഏട്ടൻ്റെ ഒരു ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ എന്തെങ്കിലും കുരുത്തക്കോട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതാണ് മൂപ്പർ ആക്ഷൻ. അതായത് എടാ കാണിച്ചു തരാം അങ്ങനെയൊന്നും അല്ല പറയാം, ഇതാണ് സംഭവം. അപ്പോൾ ഞാനിങ്ങനെ അഭിനയിച്ച് സ്റ്റേജിൽ നിന്ന് ഫ്രണ്ടിൽ ഓഡിയൻസിൻ്റെ എല്ലാം നമ്മുടെ ചെറിയ സമയത്ത് നമ്മളെ എക്സ്പ്രഷൻ കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ അത് നമ്മൾക്കൊരു പ്രോത്സാഹനം, നമ്മൾ സെൽഫായിട്ട് നമ്മൾ തന്നെ എടുക്കുക. ഞാൻ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് എൻ്റെ വിട ചെറിയ 3 പിരമിഡാ, സ്റ്റേജിൻ്റെ ബേക്കിൽ 3 നമ്മുടെ നാട്ടിൽ പറയും ചൊട്ടാന്ന്, തല മുഴച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതേ നേരെ തിരിച്ച് വേറെ അമ്മാവന്മാർ ഇതറിയും. പിന്നെ താജുവിനെ ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് അബ്ദുള്ള ഒന്നും അവൻ്റെ ടെൻഷനാക്കി, അത് ചോദിക്കാൻ വേറെ അമ്മാവന്മാർ പോകും. ഒക്കെ സൗഹൃദമാണ്. ഇങ്ങനെയുള്ള കുറേ അനുഭവം. ഈ ഒരു കാലഘട്ടത്തിൽ സത്യത്തിൽ ഞാൻ പഠിച്ച നാടിൻ്റെയോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഒരു കുറവ് പറയുന്നതല്ല. ആ യൂത്ത് ഫെസ്റ്റിവലിലെ വടകര താഴങ്ങാടി എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. സംഗീതത്തിൻ്റെ ഒക്കെ ലോകമാണെങ്കിൽ പോലും സ്കൂൾ തലങ്ങളിലുള്ള പരിപാടികളിലൊന്നും ആരും അങ്ങനെ ഇടപെടാറില്ല. അന്ന് ഞങ്ങൾക്ക് ശാസ്ത്രീയ സംഗീതം, ലളിത സംഗീതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മത്സരം ഉണ്ടാവും ഓരോ കാറ്റഗറിയിൽ. അപ്പോൾ
ആരും സപ്പോർട്ട് ചെയ്യുകയൊന്നും ചെയ്യില്ല. അധ്യാപകർ ഒന്നുകിൽ പാട്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇത് ശാസ്ത്രീയ സംഗീതം, ഇത് ലളിതഗാനം, ഇങ്ങനെയൊന്നും പറഞ്ഞു തരാനാവില്ല. അപ്പോൾ അന്ന് ശാസ്ത്രീയ സംഗീതത്തിന് എൻ്റെ എതിരായിട്ടുള്ള വേറൊരു ഗ്രൂപ്പ്, ഓറഞ്ച് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, ഒരാൾ പാടിയ പാട്ട് തുള്ളും തുമ്പി ശാസ്ത്രീയ സംഗീതം. അതായത് അറിയില്ല, ഈ ജഡ്ജസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കും ഇത് പറഞ്ഞു തരാനുള്ള മനസ്സൊന്നുമില്ല. അതായത് അങ്ങനത്തെ ഒരു ഏരിയ അത് ശാസ്ത്രീയ സംഗീതം അല്ല എന്ന് പറഞ്ഞാൽ പിടി അടിയായിരിക്കും. അതായത് കുട്ടികൾ തന്നെ അത് പേടിച്ചിട്ടൊന്നാണ്. ഞാൻ എൻ്റെ കലാജീവിതത്തിലൊരു ഒരു ഒരു മാറ്റം പറയണം. അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട അബ്ദുൽ സലാം, അതുപോലെ മുഹമ്മദ് മാഷ്, ഇങ്ങനെയുള്ള പുതിയ അധ്യാപകർ വരുന്നത്. അന്ന് ഒരു ലളിതഗാനം എനിക്ക് പഠിപ്പിച്ചതെന്ന് എനിക്ക് ഇപ്പോഴുമുണ്ട്. രാമ 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 നാമം നല്ല നാമം, നന്മയൻ രൂപമായി ഞാനിസയാകും. രാമ 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 നാമം നല്ല നാമം, ഇങ്ങനെയുള്ളൊരു പാട്ട്. പിന്നെ അമ്മേ ഭഗവതി അന്നപൂർണേശ്വരി, കരുണതൻ കടലല്ലയോ നീ കണ്ണീര് തുടയ്ക്കില്ലയോ, ഇങ്ങനെയുള്ളൊരു പാട്ടുകളൊക്കെ പഠിപ്പിച്ചത്. പിന്നെ ആ സമയത്താണെന്ന് തോന്നുന്നു കുടജാതിരി എന്നുള്ള പാട്ട്. അപ്പോൾ ഞാൻ എന്നുള്ളൊരു നമ്മളെ ഒരു മാപ്പിളപ്പാട്ട് എന്നുള്ള ഒരു ലെവലിൽ. അപ്പോൾ ശാസ്ത്രീയ സംഗീതം എന്താണ്, ആ മാഷുമാർ. പിന്നെ അതിൻ്റെ ആ MAM സ്കൂളിൽ ഞാൻ 5 മുതലാണ് പഠിക്കുന്നത്. പക്ഷെ അതിൻ്റെ മുമ്പ് ഞാനെന്ന ഒരു കൊച്ചു പാട്ടുകാരനെ തിരിച്ചറിഞ്ഞതും എനിക്ക് പാടാൻ വേദിയിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ട ഒരു അധ്യാപകരുണ്ട്, ഷാഫി മാഷ് എന്നും വിളിക്കും. അദ്ദേഹം മരണപ്പെട്ടു. അല്ലല്ല, അറക്കിലാട് JB സ്കൂൾ, ചോറോട് പഞ്ചായത്താണ്. പക്ഷേ വടകര CM ഹോസ്പിറ്റലിൻ്റെ ഒക്കെ പരിസരത്തുള്ളൊരു സ്കൂളാണ്. ആ മാഷെക്കുറിച്ച് പറയുകയാണെങ്കിൽ 4ാം ക്ലാസ്സിലെ ഒരു പദ്യം ഉണ്ടായിരുന്നു, അരണ്യം തന്നിൽ പിടി. അപ്പോൾ നമ്മൾ അന്ന് TV ഒന്നും കണ്ട സമയമില്ല, TV ഒന്നും ഇല്ല വടകരയൊന്നും. അപ്പോൾ ഈ മാഷ് വലിയ നഖ, ഇത്ര നീട്ടാ നഖ, നമ്മൾ പദ്യമൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ ഈ നഖം ഇവിടെ വെച്ച് പ്രസ് ചെയ്യുന്ന പേടിച്ചിട്ട് പാടും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി, ഒരു പദ്യം നമ്മൾക്ക് പഠിപ്പിച്ച് തരുമ്പോൾ ആ കാട്ടിൽ അകപ്പെട്ട, ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ പറഞ്ഞ സംഗതി, ആ കാട്ടിൽ അകപ്പെട്ട ഒരു മരത്തിലകപ്പെട്ട ഒരു പക്ഷിക്കൂട്, അമ്മക്കിളിക്ക് പറക്കാൻ പറ്റുമല്ലോ, ഈ തീയിലകപ്പെട്ട കുഞ്ഞുങ്ങളെ ഒരു സീനൊക്കെ ഇദ്ദേഹം പാടി ഫലിപ്പിച്ച് നമുക്ക് വിവരിച്ച് തരുമ്പോൾ, നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് ചെറിയ വയസ്സല്ലേ, മനസ്സും നെഞ്ചൊക്കെ ഇങ്ങനെ പടയും. നമ്മൾ ഓൾറെഡി നമ്മളെ മനസ്സിലൊരു വിഷ്വൽ, ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ. അപ്പോൾ ആ മാഷ് ശോകഭാവമൊക്കെ വരുമ്പോൾ ആ പക്ഷി കുഞ്ഞുങ്ങളെ ആ ഒരവസ്ഥയൊക്കെ പാടി. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ പഠിക്കേണ്ട, ബൈഹാർട്ടാക്കാതെ ഈ പദ്യം നമ്മൾക്ക് ബൈഹാർട്ടാകും. അപ്പോൾ അതാണ് സത്യത്തിൽ നമ്മൾ വലുതായപ്പോൾ ഓരോ വലിയ വലിയ സംഗീത സംവിധായകരൊക്കെ പരിചയപ്പെട്ടപ്പോൾ നമ്മൾ അറിഞ്ഞു ഒരു സംഗീതം, ഒരു പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗം ഭാവമാണെന്നുള്ളത്. അദ്ദേഹമാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ, ആ പാട്ടും. പിന്നെ ഏതൻ തോട്ടം എന്നുള്ള സോമൻ അഭിനയിച്ചൊരു സിനിമയിൽ ഒരു പാട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഫീമെയിൽ വോയിസാണ്, ചെറിയ കുഞ്ഞാൻ. കിനാവിൻ ഏതൻ തോട്ടം ഏതോ സ്വർഗമാ, വികാരം ഈണം നൽകും മൗനം ഗാൻ, അങ്ങനെ വരിക ശരിക്കും ഓർമ്മയില്ല. ഇതാണ് എൻ്റെ വേദിയിൽ ഞാൻ സ്കൂൾ തലത്തിൽ ആദ്യമായിട്ട് പാടിയ കിനാവിൻ ഏതൻ തോട്ടം എന്നുള്ള പാട്ടാണ്. ഇല്ല, ഞാനൊരു തുറന്ന പുസ്തകമാണ്. എൻ്റെ അടുത്ത് പല കൂട്ടുകാരും പറയാറുണ്ട്, ഇൻ്റർവ്യൂവിലൊക്കെ നീ ഇങ്ങനെ മനസ്സ് തുറക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയും താജുദ്ദീൻ നല്ലൊരു കലാകാരനാണ്, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാണ്, നല്ല വ്യക്തിയാണ്, പാവമാണ്. അതിലൊരു പരിധിവരെ ശരിയുണ്ടായിരിക്കാം, ചിലപ്പോൾ തെറ്റുണ്ടായിരിക്കാം. പക്ഷേ താജുദ്ദീൻ എന്നൊരു ഞാൻ നല്ലതാണെന്ന് പറയേണ്ടത് മറ്റാരേക്കാളും മുന്നേ ഞാനാണ് പറയുന്നത്. ഞാൻ നല്ലതോ ചീത്തയോ എന്ന് എനിക്കല്ല അറിയാൻ പറ്റും. പിന്നെ നമ്മളെ വിശ്വാസ കോണിൽ നിൽക്കുന്നതാണെങ്കിൽ പടച്ചവനും. ഞാൻ നല്ലതല്ല എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്ത് മനുഷ്യനാണ്? ശരിയാണ്.
അപ്പോൾ പിന്നെ എൻ്റെ യൗവനകാലം അത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു. അല്ലാതെ മറ്റുള്ള ഒരാളെ മനസ്സ് വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാളെ വല്ലാതെ കണ്ണ് നിറയ്ക്കുന്ന ഒരവസ്ഥയിൽ അങ്ങനെയൊന്നും ഞാൻ നിൽക്കാറില്ല. നല്ലൊരു തെറിച്ച ആളായിരുന്നു ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടുകാരെല്ലാവരും. അത് ആ ഒരു ഭയപ്പാടില്ല, ആരും ഭയക്കാതെ നടന്നൊരു കാലം. ആ സമയത്തും അങ്ങനെ ആയിപ്പോയത് എന്താണെന്ന് വെച്ചാൽ ഒരു കലാമനസ്സുള്ളത് കൊണ്ട് തന്നെയാണ്. കല്യാണ വീടുകളിൽ പോയിട്ട് പാടുക, രാത്രി നേരം വൈകി ഉറക്കമൊഴിഞ്ഞ് കൂട്ടുകാരോടൊത്ത് ഇരുന്ന് മുട്ടിപ്പാടുക, ഇങ്ങനെയുള്ളൊരു സംഗതിയാണ്. ഈ സമയത്തൊക്കെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് വേദികളിൽ പറഞ്ഞ സംഗതിയാണ്. ഞാൻ പല ജോലിയും ചെയ്തിട്ടുണ്ട്. നല്ലോണം അധ്വാനിക്കുമായിരുന്നു ഞാൻ. അധ്വാനത്തെ ശരീരം കൊണ്ടുള്ള വലിയ കഷ്ടപ്പാടുള്ള പണിയില്ലെങ്കിലും ഞാൻ പല വ്യത്യസ്തമായ പണികൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കാത്ത എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് സങ്കടമായിപ്പോയ ചില നിമിഷങ്ങളുണ്ട്. അതായത് പഠിക്കാത്തത് കൊണ്ടാണ് 2-3 സ്ഥലത്താണ് ഞാൻ വല്ലാതെ പഠിക്കാത്ത കാര്യത്തിൽ, വിദ്യാഭ്യാസം മനഃപൂർവ്വം നിർത്തിവെച്ച കാര്യത്തിൽ സങ്കടപ്പെട്ടു. ഒന്ന്, വടകര നട്ട് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അടക്കാത്തെരുവ് എന്ന് പറയും. അവിടെ ജോലി ചെയ്തിരുന്നു ഞാൻ. പക്ഷേ കൊപ്ര ബസാറാണെങ്കിലും കൊപ്ര കളം എന്ന് പറയും. ആ ബസാറിലെ കൊപ്രക്കളത്തിൻ്റെ അകത്തല്ല ഞാൻ ജോലി ചെയ്തത്. ഒരു ചാക്ക് എടുത്തിട്ട് ഈ ഏകദേശം എനിക്ക് തോന്നുന്നു 100-300 കടകളുണ്ട്. അതായത് റോഡിൻ്റെ 2 സൈഡിലായിട്ടും ഓരോ കടകളാണ്. അവിടെ നിന്ന് ഈ വേസ്റ്റ് കൊപ്ര ഉണ്ടാവും. അതാണ് കയ്പ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ആ സംഗതി ഓരോ കടയിൽ ഇപ്പോൾ ചിലപ്പോൾ 2 കിലോ തരും, ചിലപ്പോൾ 3 കിലോ തരും, 5 കിലോ കിട്ടും. ഒരു ചാക്ക് നിറയെ കിട്ടും. ഈ സമയത്ത് ഈ ഹൈവേ ക്രോസ് ചെയ്തിട്ടുള്ളൊരു ഷോപ്പുണ്ട്. ഹൈവേ മെയിൻ ബൈപ്പാസാണ്. ഹൈവേയുടെ ഇങ്ങേ സൈഡിലുള്ള ഒരു കടക്കാരൻ എൻ്റെ സ്നേഹിതനാണ്. ആ സ്നേഹിതൻ്റെ കടയിൽ ഒരു ചാക്ക് നിറയെ ഈ പേട് എന്ന് പറഞ്ഞാൽ ചീത്തയായ, ഞങ്ങളുടെ നാട്ടിൽ പേട് എന്ന് പറയും, കയ്പ് എന്ന് പറയും. അതായത് വേസ്റ്റായിട്ടുള്ള കൊപ്രയുടെ ഭാഗങ്ങൾ, എണ്ണയൊക്കെ ആ ചാക്ക് നിറച്ച് ഫില്ലാക്കി കഴിഞ്ഞാൽ അത് തലയിലെടുത്ത് 10, 50, 60, 40 കിലോ ഒക്കെ ഉണ്ടാവും ചിലത്. അത് തലയിലെടുത്തിട്ട് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇത് മൊത്തം കൊടുക്കുന്ന മഹമ്മൂദ് ഖാൻ എന്ന് പറയുന്ന ഒരാളെ ഷോപ്പിലേക്ക് കൊണ്ടുവിടണം. അപ്പോൾ ഇത് തലയിലെടുത്ത് കഴിഞ്ഞാൽ, ഞാൻ അന്ന് സത്യം പറയാം അത്യാവശ്യം ഗ്ലാമറസുള്ള സമയം, ഇതുപോലെ ഒന്നല്ല, നല്ല 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 തടിയും നല്ല സ്റ്റാമിന ഉള്ള സമയം. ഈ സമയത്തായിരിക്കും ഈ ജംഗ്ഷനിൽ റോഡ് ബ്ലോക്കായിട്ട് മറ്റുള്ള പല ഏരിയകളിലേക്കും പോകുന്ന ഒരു റൗണ്ട് അപ്പോട്ടാണ്. ഈ കോളേജിലൊക്കെ പോകുന്ന തരുണിമണികൾ തന്നെ പറയണം. വടകരക്കാരൊക്കെ തരുണിമണികളാണ്, നല്ല സുന്ദരികളാണ്. ആ സമയത്ത് ഈ ചാക്കിന്ന് ഈ വേസ്റ്റ് എണ്ണ ഇങ്ങനെ ഇത് തലേന്ന് ഇറക്കി വെക്കാനും പറ്റില്ല, ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ കണ്ണെരിച്ചിലെടുക്കുകയും ചെയ്യും. അപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാരും എൻ്റെ കൂടെ പഠിച്ച് വേറെ മേഖലയിലെത്തിയ ചില ആൾക്കാരൊക്കെ ബസ്സിലുണ്ടാവും. ആ സമയത്ത് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എനിക്കൊരു കുറവുണ്ടാവില്ല, അധ്വാനിക്കാനൊരു കുറവില്ല. ആ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരെ പോലെയൊക്കെ എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ വേറെ പൊസിഷനിലൊക്കെ എത്തിപ്പോയി. പിന്നെ അത് കൂടാതെ എയർപോർട്ടിലൊക്കെ നമ്മൾ വിദേശ നാടുകളിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മറുപടി കൊടുക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷനിലൊക്കെ വല്ലാത്ത മാനസികമായ പ്രയാസമുണ്ടാവും. പിന്നെ എൻ്റെ സിനിമ വിശേഷത്തിൻ്റെ കാര്യം, ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയെന്ന് പറഞ്ഞല്ലോ. ആ സമയങ്ങളിലൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമുണ്ട്. നമ്മുടെ ഇന്നത്തെ രഞ്ജിത്ത് സാറുണ്ടല്ലോ, അദ്ദേഹത്തെ ഞാൻ അന്ന് അസുരവംശം എന്നൊരു പടത്തിൻ്റെ സെറ്റിൽ വെച്ചും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണൂർ എന്ന പടത്തിൻ്റെ സെറ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്കൊരു വീക്ക്നെസ് ഉണ്ട്. എവിടെ ഇരുന്നാലും, ഞാൻ ബസ് സ്റ്റാൻഡിൽ ജോലി ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, ഈ ചൂളം വിളിക്കും ഇങ്ങനെ ഓരോ പാട്ട്. ചില ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്. അപ്പോൾ രഞ്ജിത്ത് സാറിനെ ഒരിക്കലും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ അന്ന് രഞ്ജിത്ത് സാറ് ഗുരുവായൂരപ്പൻ കോളേജാണോ ഏതോ കോളേജ് എനിക്ക് ഓർമ്മയില്ല, ഈ ബസ് സ്റ്റാൻഡിൽ ജോലി ചെയ്യുന്ന കടയിൽ നിന്ന് പിന്നെ രാത്രി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് രാവിലെ
ഇനി ഈ മാസികളിൽ കാണുന്ന ലൊക്കേഷൻ റിപ്പോർട്ട് നോക്കി പോക്കാം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. അന്ന് അദ്ദേഹം ഞാനിങ്ങനെ ഈ ചൂളം വിളിക്കുമ്പോൾ എന്നെ അടുത്ത് വിളിച്ചു. പാടാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പാടാറുണ്ട് സാർ. എനിക്കന്ന് രഞ്ജിത്ത് സാറിനെ അറിയാമെന്നല്ലാതെ നമ്മളിങ്ങനെ സിനിമ ഒരു ഭ്രാന്തുള്ളതുകൊണ്ട് അന്ന് രഞ്ജിത്ത് സാറിന് അത് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു 2 വരി. അപ്പോൾ ഞാനന്ന് അദ്ദേഹത്തെ ആ ഒരു പാട്ട് അന്ന് ഇതേപോലെ അന്ന് നന്നായിട്ട് ചെയ്യും. പിന്നെ ഇതേ രഞ്ജിത്ത് സാറ് അസുരവംശത്തിൻ്റെ സെറ്റിൽ പടത്തിൽ ഈ ഒരു മാർക്കറ്റാണ് ചിത്രീകരിക്കുന്നത്. അവിടെയുള്ള പോട്ടർമാരായിട്ട് ഉള്ള കുറേ ആൾക്കാരുടെ 2-3 പേര് ഞാനും എൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ മനോജ് കെ ജയനും ബിജു മേനനും തമ്മിലൊരു സീനിൽ മഴ പെയ്യുന്നൊരു സീനുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഇത് 2-3 ഫയർ എഞ്ചിനൊക്കെ വെച്ച് മഴ കൃത്യമായിട്ട് പെയ്ക്കാണ്. ഇതിൽ ലയിച്ച് പോയിട്ട് എൻ്റെ മനസ്സിൽ മഴക്കാലം തന്നെയാണ്. അപ്പോൾ ഈ ഫയർ സർവീസിൻ്റെ ടീമുകളാണ് മഴ പെയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ മഴക്കാലം തന്നെ മനസ്സിൽ. അപ്പോൾ ഈ പോർട്ടർ വേഷത്തിന് മുമ്പ് ധരിച്ചിരുന്ന ഡ്രസ്സൊക്കെ കുറച്ച് മാറ്റി ഒരു മൂലയിൽ വെച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ ഡ്രസ്സെല്ലാം നനഞ്ഞു വേണ്ടി ഇപ്പോൾ നാട്ടിൽ തിരിച്ചു പോകേണ്ടത് ഇത് പറഞ്ഞ സമയത്ത് ഇത് കേട്ടിട്ട് രഞ്ജിത്ത് സാർ ചിരിക്കുകയും ചെയ്തു. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നമ്മുടെ ഷൂട്ടിലില്ലാത്ത സമയത്ത് മാറി നിൽക്കുന്ന സമയത്തൊക്കെ ഈ മഴ കൊണ്ട് നനയുന്നുണ്ട്. ആ സമയത്ത് രഞ്ജിത്ത് സാറ് നമ്മുടെ പ്ലാസ്റ്റിക് കവറുണ്ട് സെറ്റിലുള്ള നല്ല ഫ്രഷായിട്ടുള്ള 2 കവറ് തന്നിട്ട് എൻ്റെ തലയിലിട്ട് നനയണ്ടെന്ന് പറഞ്ഞു. ആ വലിയൊരു മനുഷ്യൻ ഒന്നുമല്ലാത്തൊരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടുള്ള എനിക്ക് എന്നെ കണ്ടിട്ട് എന്തോ അദ്ദേഹത്തിന് ചെറിയ ഒരു ഖേദം തോന്നിയിട്ടുണ്ടാവും. ഇതൊക്കെ എന്തെങ്കിലും നേരിട്ട് അദ്ദേഹത്തെ കണ്ടാൽ പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് അതിനുള്ളൊരു അവസരമൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാലത്തെ എൻ്റെ പ്രാർത്ഥനയായിരുന്നു, പഠിച്ചവനെ സിനിമയിൽ ചെറിയൊരു വേഷം എന്തെങ്കിലും ലഭിക്കണേ തരണേ എന്നൊക്കെ. അത് പിന്നീട് കുന്നോളം ആകാശത്തോളം മോഹിച്ചാൽ കുന്നോളം കിട്ടും, അല്ലെ കുന്നോളം മോഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടുമാണ്. അത് കൽബാൻ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ആൽബത്തിൽ കൂടി തോന്നില്ല. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ഓസ്കാർ വേദിയിൽ പോയ ഒരു സിനിമയെ പോലെയാണ് എൻ്റെ ഒരു ആൽബം മില്യൻസ്. എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് ആദ്യമായിട്ട് പാടിപ്പിച്ചത് മേച്ചേരി മൊയ്തുക്ക എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ എന്നെ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയത് താഴത്ത് മൊയ്തു എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ബന്ധുവാണ്, കൂട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ റഫീഖ് റാവുത്തർ എന്ന് പറയുന്ന കൈരളി ചാനലിൻ്റെ തെക്കുവ എന്നൊരു പ്രോഗ്രാമിൽ അവിടെ എനിക്ക് ഭാഗ്യമാണ്, എൻ്റെ ഭാഗ്യം നോക്കണം. കടലിൽ കുറേ ദൂരത്ത് ചുറ്റും ആകാശവും കടലും മാത്രം ഉണ്ടാകുന്ന ഒരു ഏരിയ, എത്രയോ ദൂരത്ത് ബേപ്പൂരിൽ നിന്ന് ബോട്ടിൽ പോയിട്ട് അവിടെ നിന്നായിരുന്നു വേറൊരാളെ പാട്ട് ഷൂട്ടിങ് ഈ കേരളി ചാനലിൻ്റെ തക്കുവ എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് കാസറ്റായിരുന്നു സെറ്റിലിടുക, പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കണം. അവിടുന്ന് ഈ കാസറ്റിൻ്റെ റീല് പൊട്ടിപ്പോയി. ഞാൻ എൻ്റെ കാസറ്റ് റെക്കോർഡ് ചെയ്ത 2 എണ്ണം എടുത്തിന്. എനിക്കറിയാം റീൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ അഭിനയിക്കേണ്ട പാടേണ്ട ആഗ്രഹം കൊണ്ട് 2 എണ്ണം കരുതി. അപ്പോൾ എന്നാൽ പിന്നെ ഏകദേശം അവരൊക്കെ തീരുമാനിച്ചു ഏതായാലും ഇത്രയും ദൂരം പിന്നെ കരക്ക് മടങ്ങിപ്പോകണ്ടേ, താജ് പാടിയ പാട്ട് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. ആകാശവും കടലും മാത്രം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഫ്രെയിം വെച്ച് തരുന്നത് റഫീഖ് റാവുത്തർക്കാണ്, മൊയ്തു താഴത്ത്. അവിടെ നിന്നാണ് എനിക്ക് അവിടെയും ഭാഗ്യം അനുകൂലമായി. അതെൻ്റെ ഉപ്പയുടെ പാട്ട് ദർജപ്പൂ മോളല്ലേ എന്നുള്ള പാട്ടിൻ്റെ ട്യൂണിൽ റമദാൻ അനുബന്ധിച്ചുള്ള വരികൾ എഴുതിയ ഒരു പാട്ടായിരുന്നു. പിന്നെ മില്ലേനിയം സജ്ജേട്ടൻ അവിടെ മില്ലേനിയത്തിലെത്തിയതിൻ്റെ ശേഷം കുറേ വർക്കുകൾ കിട്ടി. ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട തൻസീർ കൂത്തുപറമ്പ് എന്ന് പറയുന്ന എൻ്റെ സഹോദരത്തില്ലേ, ഞാൻ വെറുതെ ഒരു വാക്ക് പറയുന്നതല്ല, ഞാൻ ഇങ്ങനെ പറയുന്ന പലർക്കും ഇഷ്ടമല്ല. തൻസീർ കൂത്തുപറമ്പിനെ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല ഈ. തീർച്ചയായിട്ടും, കാരണം അവന് പവർഫുൾ മൈൻഡാണ്. അതായത് ഒരു മീഡിയയിൽ അവൻ നിൽക്കുമ്പോൾ അവൻ്റെ മീഡിയയോട് അവൻ കാണിക്കുന്ന ഡെഡിക്കേഷൻ, അതായത് തൻസീർ എന്ന് പറയുന്ന ഒരാൾ അവൻ്റെ മീഡിയ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ, ആൽബംസ്, അതിന് മറ്റുള്ള ആൾക്കാരെ കൊണ്ട് അഭിനയിപ്പിക്കുക,
വർക്ക് ചെയ്യുക, മറ്റുള്ള പല ക്രിയേഷൻസും വേറെ ആൾ കൊണ്ട് ചെയ്യിക്കുക. ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ എൻ്റെ കലാജീവിതത്തിൽ ഇപ്പോൾ ഒരു കൽബാൺ ഫാത്തിമ വന്ന് പിന്നെ വേറൊരു തരംഗം വരും, അതിനുശേഷം വേറെ ടീം വരും, വേറെ വർക്ക് വരും, ഹിറ്റാകും. ഈ സമയത്തൊക്കെ ഞാൻ അറിയാതെ പല വർക്കുകളിൽ നിന്നും ഞാൻ മാറ്റപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ കാരണമല്ല. പക്ഷേ ഈ സമയത്തൊക്കെ എനിക്കൊരു ഗ്യാങ്ങൊന്നുമില്ല. മീൻസ് കലാ ഫീൽഡിൽ ഞാൻ രജനീകാന്ത് പറഞ്ഞ പോലെ എൻ വഴി തനിയെ വഴി എന്ന് പറഞ്ഞ പോലെ ഉപജാപക വൃത്തം ഇല്ല. ഇല്ല അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്ക് സൽമാൻ സാറായിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ടിലോട്ട് 17 വർഷമായിട്ട് സജീവമായിട്ട് പോകുന്നു. ആ സമയത്ത് എനിക്ക് ഒരു വർക്കിൽ കൂടി വല്ലാത്തൊരു പ്രൊമോട്ടിങ് നന്നായിട്ട് എന്നെ ബൂസ്റ്റ് ചെയ്തു. ആ സമയത്ത് എന്തിനാണ് നീ ഈ ഇവരെ കൂടെയൊക്കെ ചെറിയ നിന്നേക്കാളും താഴെയുള്ള ആർട്ടിസ്റ്റോടൊക്കെ അഭിനയിക്കുന്നത്, പങ്കെടുക്കുന്നതൊക്കെ പറഞ്ഞവർ പലരും ഇന്ന് ആ മോൻ്റെ കൂടെ സജീവമായ സാന്നിധ്യങ്ങളാണ്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ്റെ ഒരു ക്യാരക്ടർ എന്താണ്. എല്ലാ കാര്യത്തിലും ആയിക്കോട്ടെ, അതിപ്പോൾ നമ്മളൊരു വർക്ക് കഴിഞ്ഞ് സാമ്പത്തികമായിട്ട് ഇടപാടായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, പിന്നെ നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ താമസിപ്പിക്കുന്ന സ്ഥല സൗകര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും നമ്മളെ വല്ലാതെ കീപ്പ് ചെയ്യും, വല്ലാതെ ശ്രദ്ധിക്കും. പിന്നെ ഒറ്റ കുഴപ്പമുള്ളൂ, അത് ഞാൻ നേരിട്ടും പറയുന്ന സംഗതിയാണ്, വല്ലപ്പോഴും വിളിച്ചാൽ കിട്ടുക സംഗതി. ഞാനിത് പറഞ്ഞു വരുന്നത്, മീഡിയയിൽ ചില ആൾക്കാർ ചോദിക്കും നമ്മളോട്, നിങ്ങൾക്ക് ഇന്നേ പാട്ട് പാടിക്കൂടെ, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുന്നത് എന്താ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ പാടിയ പാട്ടുകളെ പോലെയുള്ള പാട്ടുകൾ പറയാൻ എല്ലാവർക്കും കഴിയും. നമ്മളൊരു മീഡിയയിൽ നിൽക്കുമ്പോൾ നമ്മളെ നിലനിൽപ്പിൻ്റെ ഭാഗങ്ങൾ നമ്മൾ നോക്കണം. ഈ സമയത്താണ് വല്ലാതെ നല്ല നല്ല ബ്രൈറ്റായിട്ടുള്ള വർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്നെപ്പോലെയുള്ള പുതിയ കുട്ടികളെ, അതായത് എന്നെപ്പോലെയുള്ള ആർട്ടിസ്റ്റുകളെ പുതിയ തലമുറയിലുള്ള ആൾക്കാരെയും ചേർത്ത് വെച്ച് പുതിയ ഒരുപാട് വർക്കുകൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ്സിൽ കൂടി പിന്നെ നമുക്ക് മറ്റുള്ള അനദർ സ്റ്റേജ് ഷോ, ഗൾഫ് വിദേശ ഷോ അങ്ങനെയൊക്കെ കിട്ടി. മൊത്തത്തിലുള്ളൊരു അന്തരീക്ഷം ആകെ മാറി. അപ്പോൾ ഇപ്പോൾ മീഡിയ പറ്റി പറഞ്ഞപ്പോൾ അതിൽ നിന്നൊരു നിങ്ങൾ പറഞ്ഞൊരു പോർഷൻ എടുത്തിട്ട് ഞാൻ ചോദിക്കുക, ചില ആളുകൾ ഇതേപോലെ ഒരുപാട് കമൻറ്റ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയൻ്റെ കാലഘട്ടമാണുള്ളത്. ഇപ്പോൾ താജുക്കൊക്കെ എല്ലാ വിശേഷങ്ങളും ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിലൊക്കെ നിരന്തരം പങ്കുവെക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ മീഡിയയിൽ നിന്നൊക്കെ ചില ആളുകൾ പിന്നെ വളരെ നമ്മളെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള കമൻറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ കമൻറ്റ് ചെയ്യുന്ന ആളും അല്ലാതെ മൂന്നാമതൊരാൾ കണ്ടു കഴിഞ്ഞാൽ മൂന്നാമതൊരാൾക്ക് പ്രതികരിക്കാൻ തോന്നുന്ന രൂപത്തിലൊക്കെയുള്ള കമൻറ്റുകളൊക്കെ പല ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോടുള്ള സ്പോട്ടിൽ മറുപടി കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ പിന്നെ ഫോളോ ചെയ്യുമോ, എങ്ങനെയാണ് അത്തരത്തിലുള്ള ആളുകളോടുള്ളൊരു നിലപാട് എന്താണ്? എൻ്റെ ഫേസ്ബുക്ക് തുടങ്ങിയ സമയത്ത് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല, ഇപ്പോഴും പലതും അറിയില്ല. ചില കമൻസൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫീൽഡിൽ ആളല്ലാത്ത ഒരാളുണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന്. ആദ്യം ഞാൻ റിപ്ലൈ ഒക്കെ വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി അവരെ നമ്മൾ മൈൻഡ് ചെയ്യണം, നമ്മളെ ഒന്ന് അവരിലേക്ക് ശ്രദ്ധ കൊടുക്കണം. ഇപ്പോഴങ്ങനെ കമൻസ് ഒന്നും അങ്ങനെ ബാഡായിട്ടൊന്നും വരാറില്ല. ചില ആൾക്കാർ എന്തടേ നിനക്ക് വട്ടാണോ അല്ലെങ്കിൽ ഒന്ന് പോടേ എന്നൊക്കെയുള്ള കമൻസ് ഒക്കെ അല്ലാതെ ജാടയില്ലെങ്കിൽ ഹായ് തരൂ, ജാടയില്ലെങ്കിൽ ഹായ് തരൂ. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ആദ്യം ഞാൻ പ്രതികരിക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴേ ഞാൻ എന്ത് കമൻസ് അത്യാവശ്യം നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അവരെ ഞാൻ വിഷ് ചെയ്യും, പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു എഴുതിക്കുക, നോ പ്രോബ്ലം. പക്ഷേ എന്നെ വീക്ഷിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നെ നോക്കുന്നുണ്ടല്ലോ, എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതിന് ഒരുപാട് താങ്ക്സ്. ഇനിയും വിമർശിക്കണം, ഇഷ്ടം തോന്നിയാൽ അംഗീകരിക്കണം, പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ പറയും. പിന്നെ 2-3 ദിവസം കഴിഞ്ഞാൽ താജുക്ക് നമ്പർ തരുമോ, പിന്നെ വാട്സപ്പിൽ വിളിച്ച് ഫ്രണ്ട്ഷിപ്പായി. പിന്നെ അവരെ കുടുംബത്തിലെ ഏറ്റവും അടുത്തൊരു അതിഥിയായി ഞാൻ. അങ്ങനെയൊക്കെ ആദ്യം. പിന്നെ വേറെ
അപ്പോൾ താജുദ്ദീൻ വടകരനെ അടുത്ത് ബന്ധപ്പെടാൻ ബാഡ് കമന്റ് ചെയ്യൂ എന്നൊരു സന്ദേശം ഇതിൽ കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാവോ? അല്ല, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളെ ചില പഴയ ആൾക്കാർ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. വെണ്ണീറാണെന്ന് കരുതി രണ്ട് കൈ കൊണ്ട് പെട്ടെന്ന് വെണ്ണീർ വാരിയെടുക്കരുത്. ചിലപ്പോൾ വെണ്ണീറിൻ്റെ അടിയിൽ തീ ഉണ്ടാകും. അപ്പോൾ നമ്മളെ ചില ആൾക്കാർ നമ്മളെ ഫ്രെയിം, നമ്മളെ ഈ കോലം രൂപം, നമ്മുടെ ആൽബങ്ങളൊക്കെ കണ്ടിട്ട് അവരെ മനസ്സിൽ അവരായിട്ടൊരു ഫ്രെയിമിൽ നമ്മളൊരു ക്യാരക്ടർ ഇന്നതായിരിക്കും എന്ന് കരുതിയിട്ട് അവർ ധാരണയുണ്ട്. നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും, അത് തലമുതിർന്ന ആൾക്കാരായിക്കോട്ടെ, എൻ്റെ സമപ്രായക്കാരായിക്കോട്ടെ, കുട്ടികൾ, ചെറിയ മക്കളായിക്കോട്ടെ, എൻ്റെ അടുത്ത് പറയാറുണ്ട്, അതൊക്കെ സോറി, നിങ്ങൾ ഇങ്ങനെയുള്ള ഒരാളാണെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു തെറ്റല്ലല്ലോ. നിങ്ങൾ എന്നെ അറിയാതെ വീക്ഷിച്ചതല്ലേ, എന്നെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അംഗീകരിച്ചോ, സൗഹൃദമായിക്കോ, ഇങ്ങനെയുള്ളതൊക്കെ. പിന്നെ ചിലത് നമ്മളെ എന്താ പറയുക, ഇറച്ചിയോട് തട്ടിപ്പോകുന്ന ചില കമൻസുകൾ, അത് ഞാൻ അതിൽ പ്രതികരിക്കില്ല. അത് എൻ്റെ പ്രതികരണം അവരെ പ്രാണം പോകുന്നത് വരെ അവരറിയില്ല. ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ലേ, കുറച്ച് മുമ്പ് അതൊക്കെ മണ്ടത്തരാണെന്ന് പിന്നെ തോന്നി. എന്തിനായത്? അതിൻ്റെ ആവശ്യം എന്താ? അവര് നമ്മളെ മൈൻഡ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മളെ ഓർക്കുന്നുണ്ടല്ലോ, അല്ലെ നമ്മളെ വിമർശിക്കാനാണെങ്കിലും നമ്മളെ വീക്ഷിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും പടച്ചോൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരുമായിട്ടും കഴിവിൻ്റെ പരമാവധി നമ്മളെന്തിനാണ് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മളെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്, അതാരെങ്കിലും ഇങ്ങോട്ട് കമൻറ്റോ ലൈക്കോ ചെയ്താൽ കഴിവിൻ്റെ പരമാവധി ഞാൻ അവരെ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ആ പേജിലോ തിരിച്ച് മൈൻഡ് ചെയ്യാറുണ്ട്. എനിക്കത് ആദ്യം അങ്ങനെ ഒരു മര്യാദ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അവർ ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു, അതൊന്നും ഞാൻ അധികം നോക്കാറില്ല. പിന്നെ ഈ ലൈക്കും കമൻറ്റും എന്നുള്ളത് നോക്കാമെന്നുള്ളത് അത് ആര് ചെയ്ത് അവരുടെ പേര് ബയോഡാറ്റ ഒന്നും ശ്രദ്ധിക്കാൻ നിൽക്കില്ല. കാരണം ചിലപ്പോൾ അറിയുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ അറിയാത്ത ആൾക്കാരായിരിക്കും. അവരുമായിട്ട് പിന്നെ ഒരു പ്രാവശ്യം ബന്ധപ്പെട്ട് പിന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കും സങ്കടമായിരിക്കും, എനിക്കും സങ്കടം. അപ്പോൾ നവമാധ്യമങ്ങൾ നമ്മൾക്ക് നല്ലതായിട്ടാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ മുന്നോട്ടുള്ള കാലങ്ങളിൽ ഉപയോഗപ്പെടുത്തുകയും കൂടെ ചെയ്യാമല്ലോ. അപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ഉള്ള റീസെൻ്റ് ആയിട്ടുള്ള നമ്മളെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു ഭാവവ്യത്യാസവും രൂപവ്യത്യാസമൊക്കെ ഉള്ള ചിത്രങ്ങളൊക്കെ ഇങ്ങനെ താജു ഖാൻ്റെതായിട്ട് പ്രചരിക്കുന്നുണ്ട്. പുതിയ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടുള്ളത്. അല്ല, എൻ്റെ സ്വപ്നം എപ്പോഴും എൻ്റെ ചെറിയ വയസ്സിലുള്ള എനിക്ക് എൻ്റെ ഹൈറ്റ്, വെയ്റ്റ്, രൂപം, എൻ്റെ കഴിവിൻ്റെ പരിമിതികൾ, എനിക്കറിയാം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എൻ്റെ വലിയൊരു സ്വപ്നമാണ് എനിക്ക് ചെറിയ വേഷമാണെങ്കിൽ സിനിമയിൽ നല്ലൊരു വേഷം ചെയ്യണം എന്നുള്ളത്. അത് ഒരു ആൽബം സ്റ്റാർ എന്നുള്ള ആൽബത്തിലെ ഒരു കുറച്ച് പ്രശസ്തിയിലുള്ള ആളെന്നുള്ള നിലക്കുള്ള ലേബിളല്ല. അത് ഏറ്റവും ക്രൂരത നിറഞ്ഞ നെഗറ്റീവ് റോൾസ് ആയാൽ പോലും ഒരു മിനിറ്റ് മതി. എൻ്റെ ഒരു വലിയ പണ്ടേയുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ ആ ഒരു തലത്തിലേക്കുള്ള ഒരു വേഷം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ആരെങ്കിലും ശ്രദ്ധിക്കട്ടെ എന്ന് കരുതി എൻ്റെ ഈ മീഡിയ, ഞാനെന്ന ഒരു കലാകാരൻ്റെ മീഡിയ, എൻ്റെ സിനിമ ആൽബമാണ്, അതിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കൊച്ചു കൊച്ചു വ്യത്യാസങ്ങൾ ഇതുവരെക്കും വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ അടുത്തായിട്ട് SR ഓഡിയോസിൻ്റെ ഒരു വർക്കിൽ ഒരു തെരുവ് പാടുന്ന ഒരു അന്ധഗായകനായിട്ടുള്ളൊരു വേഷം ചെയ്യും. ഈ അടുത്ത് പിന്നെ കുറേ വർക്കുകൾ ഇനി വരാനുള്ളതായിട്ട് തോന്നുന്നു. ഇപ്പോൾ പെങ്ങള് കുറേ വർക്കുകളുണ്ട്. ഇപ്പോൾ AC അഷ്കർ എഴുതിയ കൽബിൻ്റെ ഹാജാത്ത് അങ്ങനെ ഒരു വർക്കുണ്ട്, അതിൽ നല്ലൊരു പാട്ടുണ്ട്. അതുപോലെ തന്നെ ഈ താൽബോയ്സ് വിഷന് വേണ്ടിയിട്ട് ഈ അഷ്കർ തന്നെ AC അഷ്കർ എഴുതിയ, അത് ഞാൻ സംഗീതം ചെയ്ത ഒരു പാട്ടായിരുന്നു ആദ്യം പാടാൻ വിചാരിച്ചിരുന്നത്. പിന്നീട് എൻ്റെ പ്രിയപ്പെട്ട ബാപ്പ M കുഞ്ഞു മൂസ എന്ന് പറഞ്ഞ് അവരുടെ സംഗീതത്തിൽ AC അഷ്കറിൻ്റെ രചന മാറ്റി ചെയ്ത് അത് താൽബോയ്സ് വിഷൻ്റെ ബാനറിൽ അറബിക് കഥയിലെ രാജാത്തി എന്നുള്ള ലേബിളിലൊരു വർക്ക് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ രണ്ടുപേരും ഞാൻ പാടാം. ഞാൻ എൻ്റെ പെങ്ങളാണ് പാടിയത്. തീർച്ചയായും പാടണം. ആരും കൊതിക്കുന്ന അമ്പൽ പൂവഴകുള്ള
അറബിക്കഥയിലെ രാജാത്തി, ഇങ്ങനെയാണ് തുടക്കം. നല്ല രസമുള്ള അജ്മൽ ബഷീറാണ് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത്. ഒരു അതായത് സിനിമയുടെ ഒരു ലുക്കിൽ, സിനിമയുടെ ഇന്നത്തെ ഒരു കൾച്ചറൽ സംഗീതം ഉണ്ടല്ലോ, നല്ല രസത്തിൽ ചെയ്ത് തന്നിട്ടുണ്ട് അദ്ദേഹം. അതൊക്കെയാണ് പ്രതീക്ഷകൾ. പിന്നെ എന്തായാലും ഹാഫ് സെഞ്ചുറി അടിക്കാറായി, പ്രായം കൊണ്ട് ഏതാനും നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഞാനെന്നൊരു മനുഷ്യൻ സ്വപ്നത്തിൻ്റെ ഉള്ളിലൊരു സ്വപ്നം ഉണ്ടാവില്ലേ, അതിൽ പോലും ആശിക്കാത്തൊരു ജീവിതം പഠിച്ച തമ്പുരാൻ അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ഇനിയും കൂടുതലായിട്ട് ആശിക്കുമ്പോൾ അത് ഞാനെന്നൊരു മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ചിന്തിക്കാൻ പാടില്ല. ആശകളുണ്ട് സിനിമയിൽ, ഒരു കലാകാരൻ്റെ ആശകളാണ് അത് പറഞ്ഞത്. എൻ്റെ വ്യക്തി ജീവിതത്തിലെ ആശകളൊക്കെ വേറെ. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് വലിയൊരു ആഗ്രഹമാണ്. അത് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ട് സിനിമാ ലോകത്ത്, നല്ല സൗഹൃദങ്ങൾ, ഇന്നത്തെ സിനിമാ ലോകത്ത് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരായിട്ടൊക്കെ നല്ല ബന്ധങ്ങളാണ്. പക്ഷേ അവരെ ഒന്നും ഞാൻ ശല്യപ്പെടുത്താൻ നിൽക്കാറില്ല. അപ്പോൾ ഈ സിനിമൻ്റെ കാര്യം പലയിടങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, താജുൽ ഖാൻ്റെ പല ഇൻ്റർവ്യൂകളിലൊക്കെ. പിന്നെ ഒരുപാട് ചെറുതും വലുതുമായ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞു, ഹാഫ് സെഞ്ചുറി അടിക്കാനായി എന്നുള്ളത്. അപ്പോൾ അതിനോട് ചേർന്ന് സാന്ദർഭികമായി ചോദിക്കട്ടെ, ഈ ഹാഫ് സെഞ്ചുറിയിലേക്ക് എത്തുമ്പോഴും ഈ പഴയ ഒരു കൽബാണ് ഫാത്തിമ ഏതാണ്ട് ഒരു 10-15 കൊല്ലം മുമ്പാണ്, 17 കൊല്ലം. അപ്പോൾ ആ 17 കൊല്ലത്തിന് ശേഷവും ആ ഒരു കാണാനുള്ള ആ ഒരു ലുക്കിന്ന് കുറച്ച് താഴോട്ട് പോയി എന്നല്ലാതെ, മീൻസ് പ്രായം കുറഞ്ഞ പോലെ അല്ലാതെ കൂടിയതാരും തോന്നുന്നില്ല. അപ്പോൾ ഇത് മമ്മൂക്ക ഫോളോ ചെയ്യുന്ന പോലെയാണ് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എല്ലാവരും ചോദിക്കും, ഞാൻ ഫോളോ ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട പൊന്നുപ്പയാണ്. എൻ്റെ പൊന്നുപ്പ മരിക്കുന്ന സമയത്ത് 91 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നുപ്പയുടെ നിങ്ങൾ കാണുന്ന ഫോട്ടോസ് മേക്കപ്പോ അല്ലെങ്കിൽ മോർഫ് ചെയ്ത ഫോട്ടോസൊന്നും ഇല്ലല്ലോ അദ്ദേഹത്തിൻ്റെ. 91-ാമത്തെ വയസ്സിലും അദ്ദേഹത്തിൻ്റെ രോഗം വന്നതിന് ശേഷം, മരിക്കുന്നതിൻ്റെ ഒരു 1-2 വർഷം മുമ്പ്, 1 വർഷം മുമ്പ് വരെ, മരിക്കുന്നതിൻ്റെ 1 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ തൊലിയൊക്കെ 91 വയസ്സാണ്. പക്ഷേ അതിൻ്റെ തൊട്ട് മുന്നേയുള്ള നാളുകളിലൊക്കെ ചിരിക്കുമ്പോഴൊക്കെ, അപ്പോൾ ഞാൻ കണ്ട ഏറ്റവും വലിയ ഗ്ലാമർ താരം എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്. അദ്ദേഹം, ഞാൻ ഏതെങ്കിലും സമയത്ത് നേരം വൈകി പകൽ ഉറക്കെഴുന്നേറ്റ് വരുമ്പോൾ അദ്ദേഹം കളിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം വാമപ്പ് ചെയ്യും, കസറത്തിൻ്റെ ചില പഴയ നല്ല അധ്വാനിച്ച ആളാണല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്ലാമർ എന്നുദ്ദേശിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പൊന്നുപ്പ തന്നെയാണ്. ഞാനിത് വെറുതെ പറയുന്നല്ല, എൻ്റെ ഉപ്പയെ അറിയുന്ന ആൾക്കാർ എപ്പോഴും പറയുന്നത്, നേരിട്ട് ഉപ്പയോട് പറയുന്നൊരു സംഗതിയാണത്. മൊസക്കായൻ്റെ ഈ ഒരു, കാരണം സ്കിന്നൊക്കെ അമൂൽ ബേബി ചിരിക്കുന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ ശരിക്കും ഗ്ലൈസിങ് വരും. നമ്മളെ ഒരു ലൈറ്റിൻ്റെ ഈ കവളത്തൊക്കെ റിഫ്ലക്ഷൻ ഉണ്ടാകും. അതേപോലെ അതാണ്. പിന്നെ ഫാദർ പറയുന്ന ഒരു സംഭവമുണ്ട്, എൻ്റെ അടുത്ത് എപ്പോഴും പറയും. ഞാൻ ചിലപ്പോൾ ഈ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് അല്ലാത്ത തരത്തിൽ ഫേസൊക്കെ കണ്ടാൽ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ഭയങ്കര ഗ്ലാമർ ഉണ്ട് എന്നുള്ള തരത്തിലല്ല പറയുന്നത്. നിങ്ങൾ ചോദിച്ച അൽഹംദുലില്ലാ പഠിച്ചൊരു സ്തുതി. ഒരാൾ ഒരു 17 വർഷം മുമ്പുള്ളതിനേക്കാളും കുറഞ്ഞു വരിക 17 വർഷം കഴിഞ്ഞിട്ട് ആ ലുക്കിലേക്ക് എത്താന്ന് പറയുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്, ആരും കൊതിക്കുന്ന സംഗതിയാണ്. എൻ്റെ അടുത്ത് പറയും, നീ കാക്ക ചളിവെള്ളത്തിൽ കുളിക്കുന്നത് കാണാറുണ്ടോ? കാക്കയുണ്ടല്ലോ, കാക്ക, അത് ചളിവെള്ളത്തിൽ നിന്നാണ് കുളിക്കുന്നത്. അത് കുളിക്കുന്നത് വെളുക്കാൻ വേണ്ടിയല്ല, ചളിവെള്ളത്തിലാണെങ്കിൽ പോലും പടച്ചവന് ആ കാക്ക എന്ന ജീവിയുടെ മനസ്സിന് കൊടുത്ത സൗന്ദര്യബോധം. അതുപോലെ എപ്പോഴും ഫ്രഷായി നടക്കുക, നല്ല ഡ്രസ്സ് ഇട്ടണിയുക, കഴിവിൻ്റെ പരമാവധി നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, വിശ്രമിക്കുക. ഞാനങ്ങനെ ചെയ്യില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനൊരു 3 തവണയെങ്കിലും മരിച്ചുകൊണ്ട് കാലമൊക്കെ കഴിഞ്ഞു. അത്രയും ശരീരം നോക്കാത്ത ആളായിരുന്നു ഞാൻ. പക്ഷെ
ഇപ്പോൾ അത്യാവശ്യം കളിക്കാറുണ്ട്, വെയിറ്റ് എടുക്കാറുണ്ട്. പിന്നെ നമ്മളെ ആയുസ് എപ്പോഴാണെന്നറിയില്ല, അതുവരെ നല്ല ഇജ്ജത്തോട് കൂടിയിട്ട് നിൽക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. നമുക്കിപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് പണം ഉണ്ടാവുക, അതോടൊപ്പം പ്രശസ്തി, ആ കുറച്ച് ആളുകൾ എന്നെ അറിയണം, അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ താജുകൊക്കെ എപ്പോഴെങ്കിലും ഇന്ന ആളെ പോലെ ഒന്ന് ആവണമായിരുന്നു, ഇപ്പം നമ്മളൊക്കെ ഒരാളെ ജീവിത രീതിയും അയാളുടെ ചുറ്റുപാടൊക്കെ കാണുമ്പോൾ ഓഹ് ഇവനെപ്പോലൊക്കെ ഒന്ന് ആയിരുന്നെങ്കിൽ എന്ന് മനസ്സിലെങ്കിലും പറയാം. അതേപോലെ അത് കലാ ഫീൽഡിലായിക്കോട്ടെ വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ ഇന്ന ആളെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ആരെക്കോടെങ്കിലും ഒരു അസൂയയോടെ നോക്കിയിട്ടുണ്ട്? മമ്മൂക്ക, ലാലേട്ടൻ, കമലഹാസൻ, നെടുമുടി വേണു, ഭരത് ഗോപി, അതുപോലെ നന്നായിട്ട് കോമഡി ചെയ്യുന്ന ചില താരങ്ങൾ, ഷാരൂഖ് ഖാൻ, നല്ല നടന്മാരെ പോലെ അഭിനയിച്ചിട്ട് നല്ലൊരു വേഷം കിട്ടണമെന്നല്ല അവരെ പോലെ. അല്ലാതെ പിന്നെ ഇന്നയാളെ സൗന്ദര്യം പോലെ ആവണം, ഇന്നയാളെ ശരീരം പോലെ ആവണം എന്നുള്ള അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല. പിന്നെ എനിക്ക് എപ്പോഴും എന്താ പറയുക, മുഹമ്മദ് അലി ക്ലേ, മൈക്ക് ടൈസൺ, പിന്നെ അതുപോലെ നല്ല ഈ ആഫ്രിക്കൻ താരങ്ങളുടെ ബോഡി, നല്ല ഫിറ്റായിട്ടുള്ള ബോഡി, അക്രമാവാസനമുള്ള ആളാണ്. അല്ലല്ല അവരെ സ്റ്റാമിന, ബോഡി, വയറൊന്നുമില്ലാതെ ഇങ്ങനെ ശരിക്കും. പിന്നെ ആഗ്രഹമല്ല, എനിക്ക് ചില സിനിമയിലൊക്കെ ചില കഥാപാത്രങ്ങൾ, ഇപ്പോൾ സ്ഫടികത്തിൽ ലാലേട്ടൻ ചെയ്ത് കഥാപാത്രമല്ലേ, അതുപോലെ അഭിനയിക്കണം എന്നല്ല, അതുപോലെ ജിഗറുള്ള ഒരു കഥാപാത്രമായിട്ട് ജീവിക്കണമെന്ന് തോന്നുന്നു ചില സമയത്ത്. അത് ആരെയും പേടിയില്ലാതെ സഹിച്ചിട്ടും അങ്ങനെയുള്ള ഇതൊക്കെ ഒരു ആഗ്രഹങ്ങളാണ് അങ്ങനെയുള്ള. പിന്നെ ഇപ്പോഴുള്ള എൻ്റെ ഇപ്പോൾ സ്റ്റിൽ ഈ നിമിഷത്തിലുള്ള എൻ്റെ ആഗ്രഹം, അതായത് എൻ്റെ വിശ്വാസക്കോണിൽ നിന്നുകൊണ്ട് എനിക്ക് നല്ല, അതായത് ഈ പടച്ചവൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ, ആ ചിന്തകളിലേക്ക് ആഴ്ന്നിറങ്ങിച്ചെന്ന മഹത്തുക്കളോട് കുറേ അറിവുകൾ നേടി, ആ സത്യസന്ധമായ അറിവുകൾ കൂട്ടുകാരുടെ ഇരുന്നൊക്കെ സംസാരിക്കാൻ, അതുപോലെ പിന്നെ മറിച്ചും ഇങ്ങോട്ടേക്ക് സംസാരിക്കുന്ന കുറച്ച് കൂട്ടുകാർ, അത് സത്യത്തിൽ എനിക്കിപ്പോൾ നല്ലൊരു ലഹരിയായിട്ട് തോന്നുന്നു. അതായത് പരമമായ പടച്ചവൻ എന്നുള്ള സത്യത്തിൻ്റെ കാമ്പ്, അതിൻ്റെ ഒരു കാമ്പുണ്ടല്ലോ. അതെ അതെ, നമ്മൾ ഇതുവരെ കേട്ട് വന്നതല്ലാതെ യഥാർത്ഥത്തിലുള്ള കേട്ട് വന്നതൊന്നും ഇല്ലാത്ത എന്നല്ല പറഞ്ഞതിനർത്ഥം, സത്തായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കാരണം നമ്മൾ എന്തായാലും ഞാനൊരു വിശ്വാസിയാണ്, അപ്പോൾ ആ ഒരു വിശ്വാസക്കോണിൽ നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കേണ്ട ഒരു ഫ്രെയിമിൽ ലാൻഡ് ചെയ്യാനുള്ളൊരു മാനസിക പവർ, അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരാഗ്രഹമുണ്ട്. അങ്ങനെ കിട്ടിയ ആൾക്കാരുണ്ട്, നമുക്ക് നേരിട്ട് ഒരുപാട് ആൾക്കാർ അറിയില്ലെങ്കിലും നമുക്ക് അറിയാം അവരൊക്കെ അപാരമായ ദൈവ സാന്നിധ്യം മനസ്സുള്ള ആൾക്കാരാണ്. അല്ലാതെ കുറേ വേഷം കെട്ടി നടന്നുകൊണ്ടോ, ചിലപ്പോൾ ഒരു തെരുവോരത്തുനിന്ന് രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ആൾക്കാരുടെ ഇടയിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും. തീർച്ചയായിട്ടും ആരും, കാരണം നമ്മുടെ മനസ്സ് വ്യതിചലിച്ചു പോകുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ പോലെ ആകണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഒന്ന് ലാൻഡ് ചെയ്യണം. നേരെ ഇപ്പുറത്തേക്ക് വന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ, പിന്നെ താജുഖാൻ്റെ ഖൽബാണ് ഫാത്തിമ, അത് ഒരു 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 പ്രണയത്തിൽ പൊതിഞ്ഞ ഒരു ആൽബമാണ്. പ്രണയത്തിൽ പൊതിഞ്ഞൊരു ഒരു ആൽബം. പിന്നീട് ഇങ്ങോട്ട് താജുഖാൻ്റെ ഈ ഓഡിയോ കാസറ്റിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന ഫോട്ടോ, ഒരു ഗിറ്റാർ പിടിച്ചിട്ട് ഒരു നിരാശാകാമുകനായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ്. ഗാനമേളക്കുള്ള പോസ്റ്ററിലൊക്കെ അധികം കാണാറ് ആ ചിത്രമാണ്. അപ്പോൾ പ്രണയം എന്ന് പറയുന്ന ഒരു വികാരമായിട്ട് താജുദ്ദീൻ വടകരയുടെ ജീവിതത്തിന് വലിയൊരു ബന്ധമുണ്ട് എന്ന് അതിങ്ങനെ അതിൻ്റെ ഒരു നാൾ വഴികൾ കാണുമ്പോൾ തോന്നാറുണ്ട്. പ്രണയിക്കുന്ന ആളുകളോട്, ഇപ്പോൾ പ്രണയം മനസ്സിലില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല, അപ്പോൾ അത്തരം പ്രണയത്തെ താലോലിക്കുന്ന ആളുകളോടൊക്കെ താജുദ്ദീൻ വടകരക്ക് ജീവിതമായി ചേർന്ന് നിന്നുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ്? എനിക്കൊരു ഉപദേശം കൊടുക്കാനില്ല. കാരണം അല്ല, സീരിയസ്, കാരണം പ്രണയം ഓരോരുത്തരുടെ മാനസികമായ തലത്തിൽ എങ്ങനെയാണെന്ന് അത് അവരുടെ മനസ്സ് നമ്മളെ മനസ്സല്ല. എനിക്കൊരാളോട് പ്രണയം തോന്നുമ്പോൾ ഒന്നുകിൽ അവരുടെ രൂപത്തോടെ ഇരിക്കാം,
അല്ല അവരുടെ പെരുമാറ്റത്തോടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ദയനീയമായ അവസ്ഥ കണ്ടിട്ടൊക്കെ പാവം ഇത് തോന്നിയിട്ടായിരിക്കാം. പക്ഷെ എൻ്റെ പ്രണയം ഞാൻ എൻ്റെ ചെറിയ കുഞ്ഞുനാളെന്ന് വെച്ചാൽ എൻ്റെ അതൊരു 10-25 വയസ്സ് കാലങ്ങളിൽ ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അതുപോലെ നമ്മൾ സ്കൂൾ SSLC വരെയുള്ള സമയങ്ങളിൽ 5ാം ക്ലാസ് വരുന്ന സമയത്ത് വരെ നമുക്ക് കുഞ്ഞു പ്രണയം ഉണ്ടായിരുന്നു അല്ലേ? എനിക്കുണ്ടായിട്ടുണ്ട്. ഓരോ നമുക്ക് ടീച്ചർമാരുടെ ഒരു പ്രണയം തോന്നിയിട്ടുണ്ടല്ലോ സ്കൂളിൽ. നമ്മൾക്ക് വേണ്ട, അത് വേണ്ട. എനിക്ക് ടീച്ചേഴ്സിനോടും തോന്നിയിട്ടില്ല. ടീച്ചേഴ്സിൽപ്പെട്ട ചില ആൾക്കാർക്ക് നമ്മളോട് തോന്നും അല്ലേ? തോന്നിയിട്ടുണ്ടോ? ഇത് പറഞ്ഞിട്ടില്ലേ, പറയാൻ മടിയായതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഏതെല്ലോ ഒരു അട്രാക്ഷനിൽ എനിക്ക് പ്രണയത്തോട് എങ്ങനെയാണ് എൻ്റെ ആഭിമുഖ്യം എന്ന് പറയുന്നത്, എനിക്കൊരാളോട് പ്രണയം തോന്നിയത് എൻ്റെ എല്ലാ മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതും സ്വഭാവത്തിൻ്റെ എല്ലാം നെഗറ്റീവ്സ് അറിഞ്ഞിട്ടും എൻ്റെ ഉള്ളിലെ ഒരു നന്മ കണ്ടെത്തിയിട്ട് എന്നോട് ഇഷ്ടം തോന്നി. 10,000 ആൾക്കാർ 10,000 ഭാഗത്തു നിന്നും അവനെയോ എന്ന് ചോദിച്ചിട്ടും അതൊക്കെ തട്ടി മാറ്റി എന്നെ സ്വീകരിച്ചൊരു മനസ്സ്. അപ്പോൾ നമ്മുടെ റൂഹ്, ആത്മാവ്, ആ ഒരു ആത്മാവും മറുഭാഗത്തുള്ള പ്രണയിനി എന്ന ആത്മാവും തമ്മിലുള്ളൊരു ബന്ധം. പ്രണയം എന്ന് പറയുന്ന ആ ഒരു വികാരത്തിന് മരണമില്ല. പ്രണയത്തിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് പ്രണയിതാക്കൾ വിവാഹം കഴിക്കുന്നതോടെ പ്രണയം നശിച്ചു എന്നോ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിൻ്റെ ശേഷം പ്രണയിക്കാൻ പാടില്ല എന്നോ ഒന്നുമില്ല. പ്രണയം അതെപ്പോഴും എവിടെയും പവിത്രമായി ആർക്കും തുടങ്ങാനും തുടക്കം കുറിക്കാനും അതിനൊരു പ്രത്യേക സാഹചര്യമില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് പ്രണയം, കഴിച്ചതിന് ശേഷം പ്രണയമല്ല, അതൊന്നുമില്ല. പിന്നെ പ്രണയം ആർക്കും ആരോടും തോന്നാം, ദൈവത്തോട് പ്രണയം തോന്നാം. പക്ഷെ നമ്മൾ ലവർ എന്നുള്ള നിലക്ക് പ്രണയിക്കുന്നവരോട് നമ്മൾ അത് ശാരീരികമായും സാമ്പത്തികമായും മറ്റുള്ള എന്താവസ്ഥയല്ല വിഷയം. പ്രാണനും പ്രാണനും തമ്മിലുള്ള ഒരു ലയനമാണ്. തീർച്ചയായിട്ടും ആ ലയനം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രണയിക്കുന്നവർക്ക് വയസ്സായാലും ശരീരത്തിന് വൈകല്യങ്ങൾ വന്നാലും, ഇനി ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ, ഒരാൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പ്രണയം അവിടെ ഉണ്ടാകും. ആ ഒരു ഓർമ്മകൾക്ക് പ്രണയം അതിസുന്ദരമാ അതിലേറെ നമ്പരമാ. ഇത് പ്രണയിക്കുന്ന ആളുകളൊക്കെ അത് അങ്ങനെയുള്ളൊരു സംഗതിയാണ് പ്രണയം. നമ്മളെ തിരിച്ചറിയാത്ത കാലത്തോളം നമുക്ക് പ്രണയത്തെ തിരിച്ചറിയാൻ കഴിയില്ല. നമ്മളെ തിരിച്ചറിഞ്ഞാൽ പ്രണയത്തെ തിരിച്ചറിയും. നമ്മളെയും പ്രണയത്തെയും തിരിച്ചറിഞ്ഞാൽ നമ്മൾ സർവേശ്വരനെ, പടച്ചവനെ തിരിച്ചറിയും. പ്രണയിക്കാത്ത ആളുകൾക്ക് നഷ്ടമാണെന്ന് തോന്നുന്നു. അതും എനിക്ക് പറയാൻ പറ്റില്ല. പ്രണയിക്കാത്ത ആരുണ്ടാവുക? അത് ശരിയാണ്. മൃഗങ്ങൾ പോലും പ്രണയിക്കുന്നില്ലേ? പ്രണയം നമ്മുടെ ജന്മം പോലെ തന്നെ നമ്മുടെ കൂടെയുള്ളൊരു സംഗതിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പ്രണയവും വിരഹവും സന്തോഷവും സങ്കടങ്ങളും ഭക്തിയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരുപാട് പാട്ടുകളൊക്കെ മലയാളികൾക്ക് സമ്മാനിച്ചതൊക്കെ അവിടെ കേട്ടെ. പ്രിയമുള്ളവരെ, ഇത് കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന ഒരാളോട്, ഞാനൊരു സാഹിത്യകാരനല്ല, ഒരു വാഗ്മിയല്ല, ഒരു എഴുത്തുകാരനല്ല, ഒന്നുമല്ല. എൻ്റെ മനസ്സിലുള്ള പല സംഗതികളും എനിക്ക് പൂർണ്ണമായിട്ട് സംസാരത്തിൽ കൂടി പറഞ്ഞ് ഫലിപ്പിക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഈ ഒരു സംസാരത്തിലും പല പിഴവുകളും ക്രോഡീകരിക്കുന്ന സംഗതിയുള്ള വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ കേട്ടും കണ്ടിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എല്ലാവരും, ഞാൻ എൻ്റെ ഹൃദയം തുറന്നാണ് അബ്ഷർ ഭായിയോട് സംസാരിച്ചത്. എൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കി ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് പറയാൻ ശ്രമിച്ചത്, എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നന്മകൾ മാത്രം, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രമായിട്ട് സ്വീകരിക്കുക. എൻ്റെ സംസാരത്തിൽ എൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിൽ എന്തെങ്കിലും അറിഞ്ഞറിയാതെ പിഴവുകളൊക്കെ വരുമ്പോൾ അത് സ്നേഹപൂർവ്വം ക്ഷമിക്കണം, പുറത്തു തരണം. കാരണം
എൻ്റെ ഉള്ളിലുള്ള പലതും എനിക്ക് പുറത്ത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റാറില്ല പല ഇൻ്റർവ്യൂവിലും. അതുകൊണ്ട് എൻ്റെ അബ്ഷർ ഹംസ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടുകാരൻ എൻ്റെ സഹോദര തുല്യനാണ്, നല്ലൊരു പ്രാസംഗികനാണ് അദ്ദേഹം. ഈ ഒരു ചാനലിൻ്റെ വക്താവോ ആരുമല്ല. ഇന്ന് എൻ്റെ ഈ കലാജീവിതത്തിലെ കുറച്ച് സമയത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വന്ന് ഇരുന്ന് എന്നോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സഹകരിച്ചത് എനിക്കും എൻ്റെ വിശേഷങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ കാണാൻ കൊതിയുള്ള സഹൃദരായിട്ടുള്ള മനസ്സുകൾക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളാണ് ഞാനെന്ന കലാകാരൻ. ഈ നിമിഷം വരെ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ ഇടം നൽകിയ ഈ നിമിഷം വരെ എന്നെ നിലനിർത്തി തരുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. സ്നേഹപൂർവ്വം, സ്വന്തം താജുദ്ദീൻ. താജുക്ക പറഞ്ഞതുപോലെ ഈ പിഴവുകളും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊക്കെ ഈ കലാകാരന്മാരോട് ഒരുപാട് സ്നേഹമാണ് മനസ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ സ്നേഹമാണ് എല്ലാം, സ്നേഹമെല്ലാം സഹിക്കും, സ്നേഹമെല്ലാം പൊറുക്കും, സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു കൊടുക്കൽ വാങ്ങലുകളാണ്. ആരും ആരെക്കാളും എന്താ പറയുക കൂടുതലായിട്ട് ചികഞ്ഞു നോക്കുന്ന ആളുകളൊന്നുമല്ല. പക്ഷെ നമുക്കൊക്കെ ഇവരോടൊക്കെ ഉള്ള ഒരു ഇഷ്ടമുണ്ട്, നമ്മളൊക്കെ രസിപ്പിക്കുന്ന, നമ്മളൊക്കെ ആനന്ദിപ്പിക്കുന്ന, നമ്മളൊക്കെ വളരെ ഡെസ്പായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ സംഗീതം കൊണ്ട് നമ്മളെ ത്രസിപ്പിക്കുന്ന ഇത്തരം ആളുകളോട് ചേർന്ന് നിൽക്കാൻ, അവരുടെ വിശേഷങ്ങൾ അറിയാൻ, അവരെ കേൾക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ആളുകളൊക്കെ അതൊക്കെ ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കും എന്ന ഉത്തമ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ, സ്നേഹത്തോടെ എല്ലാവർക്കും നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് നിർത്താം. താങ്ക് യു താജുക. താങ്ക് യു. എന്നെ നോക്കുന്നുണ്ടല്ലോ, എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതിന് ഒരുപാട് താങ്ക്സ്. ഇനിയും വിമർശിക്കണം, ഇഷ്ടം തോന്നിയാൽ അംഗീകരിക്കണം, പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ പറയും. പിന്നെ 2-3 ദിവസം കഴിഞ്ഞാൽ താജുക്ക നമ്പർ തരുമോ, പിന്നെ വാട്സപ്പിൽ വിളിച്ച് ഫ്രണ്ട്ഷിപ്പായി. പിന്നെ അവരെ കുടുംബത്തിലെ ഏറ്റവും അടുത്തൊരു അതിഥിയായി ഞാൻ. അങ്ങനെയൊക്കെ ആദ്യം പിന്നെ വേറെ. അപ്പോൾ താജുദ്ദീൻ വടകരനെ അടുത്ത് ബന്ധപ്പെടാൻ ബാഡ് കമന്റ് ചെയ്യൂ എന്നൊരു സന്ദേശം ഇതിൽ കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാവോ? അല്ല, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളെ ചില പഴയ ആൾക്കാർ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. വെണ്ണീറാണെന്ന് കരുതി 2 കൈ കൊണ്ട് പെട്ടെന്ന് വെണ്ണീർ വാരി എടുക്കരുത്, ചിലപ്പോൾ വെണ്ണീറിൻ്റെ അടിയിൽ തീ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ചില ആൾക്കാർ നമ്മളെ ഫ്രെയിം, നമ്മളെ ഈ കോലം രൂപം, നമ്മളെ ആൽബങ്ങളൊക്കെ കണ്ടിട്ട് അവരെ മനസ്സിൽ അവരായിട്ടൊരു ഫ്രെയിമിൽ നമ്മളൊരു ക്യാരക്ടർ ഇന്നതായിരിക്കും എന്ന് കരുതിയിട്ട് അവർ ധാരണയാണ്. നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും, അത് തലമുതിർന്ന ആൾക്കാരായിക്കോട്ടെ, എൻ്റെ സമപ്രായക്കാരായിക്കോട്ടെ, കുട്ടികൾ, ചെറിയ മക്കളായിക്കോട്ടെ, എൻ്റെ അടുത്ത് പറയാറുണ്ട്, അതൊക്കെ സോറി, ഇങ്ങനെയുള്ള ഒരാളാണെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു തെറ്റല്ലല്ലോ. നിങ്ങൾ എന്നെ അറിയാതെ വീക്ഷിച്ചതല്ലേ, എന്നെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അംഗീകരിച്ചോ, സൗഹൃദമായിക്കോ, ഇങ്ങനെയുള്ളതൊക്കെ. പിന്നെ ചിലത് നമ്മളെ എന്താ പറയുക, ഇറച്ചിയോട് തട്ടിപ്പോകുന്ന ചില കമൻസുകൾ, അത് ഞാൻ അതിൽ പ്രതികരിക്കില്ല. അത് എൻ്റെ പ്രതികരണം അവരെ പ്രാണം പോകുന്നത് വരെ അവരറിയില്ല. ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ലേ, കുറച്ച് മുമ്പ് അതൊക്കെ മണ്ടത്തരാണെന്ന് പിന്നെ തോന്നി. എന്തിനായത്, അതിൻ്റെ ആവശ്യം എന്താ? അവര് നമ്മളെ മൈൻഡ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മളെ ഓർക്കുന്നുണ്ടല്ലോ, അല്ലെ നമ്മളെ വിമർശിക്കാനാണെങ്കിലും നമ്മളെ വീക്ഷിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും പടച്ചോൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരുമായിട്ടും കഴിവിൻ്റെ പരമാവധി നമ്മളെന്തിനാണ് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മളെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്, അതാരെങ്കിലും ഇങ്ങോട്ട് കമൻറ്റോ ലൈക്കോ ചെയ്താൽ കഴിവിൻ്റെ പരമാവധി ഞാൻ അവരെ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ആ പേജിലോ തിരിച്ച് മൈൻഡ് ചെയ്യാറുണ്ട്. എനിക്കത് ആദ്യം അങ്ങനെ ഒരു മര്യാദ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അവർ ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു, അതൊന്നും ഞാൻ അധികം നോക്കാറില്ല. പിന്നെ ഈ ലൈക്കും കമൻറ്റും എന്നുള്ളത് നോക്കാമെന്നുള്ളത്, അത് ആര് ചെയ്ത് അവരുടെ പേര് ബയോഡാറ്റ ഒന്നും ശ്രദ്ധിക്കാൻ നിൽക്കില്ല. കാരണം ചിലപ്പോൾ അറിയുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ അറിയാത്ത ആൾക്കാരായിരിക്കും. അവരുമായിട്ട് പിന്നെ ഒരു പ്രാവശ്യം ബന്ധപ്പെട്ട് പിന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കും സങ്കടമായിരിക്കും, എനിക്കും സങ്കടം. അപ്പോൾ